ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സഹ്ല. ഇന്നൊരു ഡിന്നർ വ്ളോഗുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞൊരു ദിവസം വീട്ടിലുണ്ടാക്കിയ ഡിന്നറിനുണ്ടാക്കിയ റെസിപ്പീസൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഡിന്നറിന് ചിക്കൻ കബാബും പിന്നെ ഒരു സ്മോക്കി റൈസും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ആദ്യം ഞാൻ ചിക്കൻ കബാബിനുള്ള പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ കുക്കിംഗ് ടൈമും വളരെ കുറവാണ്. പക്ഷേ ഇതിന് കുറച്ച് പ്രിപ്പറേഷൻ ടൈം കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കബാബിനുള്ളതൊക്കെ ആദ്യം റെഡിയാക്കി വെക്കുകയാണ്. ഇതൊരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. ഒരു 350 ഗ്രാം ഉണ്ട് ഇത്. പിന്നെ ഇതിന് ബോൺലെസ് പീസ് തന്നെ വേണം, എല്ലുണ്ടാവാൻ പാടില്ല. നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. ഇത് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തതാണ്. ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം ആദ്യം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരക്കാൻ പോവാണ്. വേറെ ഒന്നും ചേർക്കാതെ ഇത് മാത്രം ആദ്യം അരച്ചെടുക്കുകയാണ്. തീരെ വെള്ളം ചേർക്കാൻ പാടില്ല. ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലരക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ മിക്സിയിൽ അരക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ചിക്കൻ പീസ് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഈസി ആവും. അതല്ലെങ്കിൽ ഗൾഫിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ മിൻസ് ചെയ്തിട്ട് ചിക്കൻ വാങ്ങിച്ചാൽ മതി. അപ്പോൾ പിന്നെ മിക്സിയിലിട്ട് അരക്കാനും നല്ല ഈസി ആയിരിക്കും. മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ വേഗം അരഞ്ഞ് കിട്ടും. ഇങ്ങനെ നിർത്തി അരക്കുക കേട്ടോ. ഇതാ ഇപ്പോൾ ചിക്കൻ ഒരു പാകത്തിനുള്ള അരവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ഇട്ടിട്ട് ഒന്നുകൂടി അരക്കണം. അപ്പോൾ ഇപ്പോൾ ഇത്ര അരവ് മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനായിലയാണ്. മല്ലിയിലയും പുതിനായിലയൊക്കെ ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാനൊരു വലിയ പിടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വലിയ വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വലിയ കഷ്ണമാണെങ്കിൽ ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്താൽ പെട്ടെന്ന് അരിഞ്ഞോളും. പിന്നെ ഇതിൽ പച്ചമുളക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഞാനിതിൽ കുറച്ച് കുരുമുളകും ഡ്രൈ ചില്ലിയൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സ്പൈസി ആക്കാം. ഇനി ചേർക്കേണ്ടത് ഒരു വൈറ്റ് ഓണിയൻ ആണ്. ഈ വൈറ്റ് ഓണിയൻ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ സാധാരണ ഓണിയൻ ഇട്ടാലും മതി. ഈ വൈറ്റ് ഓണിയൻ ആണ് സാധാരണ കബാബിലൊക്കെ ചേർക്കാറ്. ഇത് കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ ചേർക്കാം. ഇതിപ്പോൾ ഒരു വലിയ ഓണിയനാണ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പകുതി ചേർക്കുന്നുള്ളൂ. ഈ ഒരു പീസ് ഞാനിതിലേക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഇപ്പോൾ ഇത് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ എല്ലാ പൊടികളും ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക. അതല്ല ഇനി പൊടികളിട്ടിട്ട് ഇതിൽ അരക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ മിക്സ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഈ ജാറിലേക്ക് തന്നെ എല്ലാ പൊടികളും ഇടുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നല്ല ജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഉണക്കമുളകിൻ്റെ പേസ്റ്റാണ്. ഇത് കാശ്മീരി മുളക് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അപ്പോൾ ഞാനിത് ഇങ്ങനെ ചേർക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിങ്ങനെ പേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 8-10 മുളക് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൻ്റെ അതിലിങ്ങനെ ഉണ്ടായതുകൊണ്ട് ഈ പേസ്റ്റ് തന്നെ ചേർക്കുകയാണ്. ഇതൊരു 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് എരിവിനനുസരിച്ച് ചേർക്കാം. ഇതിപ്പോൾ കാശ്മീരി മുളക് ആയതുകൊണ്ട് ഇതിന് നല്ല കളറും കിട്ടും, എരിവും കുറവായിരിക്കും. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർക്കുകയാണ്. എന്നിട്ടിത് എല്ലാം ഒന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കോൺഫ്ലവർ ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമുക്ക് ആദ്യം ഇട്ട് നോക്കാം. ഈ മിക്സ് കുറച്ചൊന്ന് തിക്കായി കിട്ടണം. നമുക്കൊരു സ്ക്യൂവറിലൊക്കെ ഇത് പിടിക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു തിക്നെസ് ഇത് കിട്ടണം. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറൊക്കെ മതിയാവും. ഇതായിപ്പോൾ ഞാൻ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 10-20 മിനിറ്റ് നമുക്ക് ഇത് ഫ്രിഡ്ജിലൊന്ന് വെക്കാം.
അതിനുശേഷം നമുക്കിത് കബാബാക്കി എടുക്കാം. നമ്മൾ ഈ മിക്സ് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതൊന്നും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും കബാബാക്കി എടുക്കാൻ. അപ്പോൾ ഞാനിതൊന്ന് കവർ ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ മിക്സ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലും പിന്നെ അതുപോലെ ഒരു സ്ക്യൂവറിലോ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും കോലോ ഒക്കെ എടുത്തിട്ട് ഒന്ന് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മിക്സിൽ നിന്ന് ഓരോ ബോൾസ് എടുക്കുക. എന്നിട്ട് ഒരു കബാബിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് പിടിച്ചു കൊടുക്കാം. കയ്യിലും കുറച്ച് ഓയിലാക്കണം, അതുപോലെ ഈ സ്ക്യൂവറിലും ആക്കണം. പിന്നെ നമ്മളിത് ആക്കി വെക്കുന്ന പാത്രത്തിലും കുറച്ച് ഓയിൽ തടവി കൊടുക്കണം. ഇനി നിങ്ങളുടെ അടുത്ത് സ്ക്യൂവർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പുട്ടൊക്കെ കുത്തുന്ന കോലുണ്ടല്ലോ, അതായാലും മതി. അതല്ലെങ്കിൽ നമ്മുടെ പപ്പടക്കോലില്ലേ, അതായാലും മതി. അങ്ങനെ എന്തിൻ്റെങ്കിലും പുറത്ത് നമ്മളിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇനിയിപ്പോൾ സ്ക്യൂവറിലൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഒക്കെ ഷേപ്പിലാക്കിയെടുത്താലും മതി. ഇപ്പോൾ നമ്മളിങ്ങനെ ഇതെല്ലാം ഷേപ്പാക്കിയെടുക്കും. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയം കൊണ്ട് ഇത് നല്ലതുപോലെ സെറ്റായിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ശരിയാക്കിയെടുക്കാം. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ലൂസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കണം. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇത് കഴിക്കാൻ സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ റിസൾട്ട് നമുക്ക് ആ സമയത്ത് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബാബ് തന്നെയാണിത്. അങ്ങനെ ഞാൻ എല്ലാ കബാബും റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഒരു മിനിമം ഇത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിനി ഈ സമയം കൊണ്ട് സ്മോക്കി റൈസ് ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനെടുത്ത ചിക്കൻ്റെ എല്ലൊക്കെയാണ്, പിന്നെ ചിക്കൻ്റെ കഴുത്ത്, ചിക്കൻ്റെ വിങ്സ് അതൊക്കെയാണ്. ഞാനിതൊക്കെ ഒഴിവാക്കാറാണ്. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കുകയാണ്. ഈ സ്മോക്കി റൈസിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കുകയാണ്. ഞാനിനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, പിന്നെ ഒരു കഷ്ണം സവാള, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു പേരിന് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഉപ്പ്, എന്നിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ തീ സിമ്മിലാക്കി വെക്കും. എന്നിട്ട് ചിക്കൻ ഒന്ന് വേവിച്ച് ഇത് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലിൽ നിന്നൊക്കെ സത്തൊക്കെ ഇറങ്ങി നല്ലൊരു സ്റ്റോക്ക് നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഞാനിനി ഇത് തീ ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് മാത്രം ഞാൻ മാറ്റിയെടുക്കും. ഈ ചിക്കൻ പീസും വെജിറ്റബിൾസും ഒക്കെ നമുക്കിനി ഒഴിവാക്കാം. അപ്പോൾ എങ്ങനെയാണ് കേട്ടോ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കുന്നത്. നമുക്കിത് ചിക്കൻ ക്യൂബിന് പകരമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് സ്മോക്കി റൈസ് ഉണ്ടാക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. ഇതിനു വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് ബാസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 നുള്ള് ചെറിയ ജീരകം, ഒരു 2 നുള്ള് മല്ലി, ഒരു ഏലക്കായ, 2 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരമുറി സവാള അരിഞ്ഞത് ചേർക്കണം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്കൊരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ടാൽ മതി, ഒന്നും ചെയ്യണ്ട. ഇനി ചേർക്കേണ്ടത് ഏതെങ്കിലും ഒരു അറബിക് മസാലയാണ്. നിങ്ങളുടെ അടുത്ത് മന്തി മസാലയോ അല്ലെങ്കിൽ കബ്സ മസാലയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ ചേർക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1 സ്പൂൺ മതിയാകും. ഒരു ചെറിയ ഫ്ലേവർ മാത്രമേ നമുക്ക് ഈ റൈസിന് ആവശ്യമുള്ളൂ. ഒരു സ്മോക്കി ഫ്ലേവർ ആയിരിക്കണം നമുക്ക് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ കൂടുതൽ മസാലയൊന്നും ആവശ്യമില്ല. കൂടുതൽ മസാല നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കബ്സയുടെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് കൂടുതൽ ചേർക്കരുത്. ഒരു ലൈറ്റായിട്ടുള്ള ഒരു മസാലയുടെ ഫ്ലേവർ മതി. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി വെള്ളം വാർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാനിവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റോക്കും അതിൻ്റെ ബാക്കി വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾ വെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചിക്കൻ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മൾ സവാളയൊക്കെ വഴറ്റിയപ്പോൾ ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് നമുക്കൊരു ചിക്കൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടും. അതും കൂടി ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം.
ഇനി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ചെറിയ തീയിലിട്ട് മൂടി വെച്ച് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് പാകത്തിനുള്ള വേവുമായിട്ടുണ്ടാകും. ഇത് വേവുമ്പോഴേക്ക് നമുക്ക് ഈ റൈസിന് ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ കുറച്ച് കനലുണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ റൈസ് വെള്ളമൊക്കെ വറ്റി പാകത്തിനുള്ള വേവുമായിട്ടുണ്ട്. ഇനി നമ്മൾ ചാർക്കോൾ കത്തിച്ച് കനലുണ്ടാക്കിയില്ലേ, അതൊരു ചെറിയ പാത്രത്തിൽ വെച്ച് ഈ റൈസിന് മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി വേഗം തന്നെ നമുക്ക് ഈ പാത്രം മൂടി വെക്കാം. ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. നമ്മുടെ കബാബിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസാണിത്. ഇനി നമുക്ക് നമ്മുടെ കബാബെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ കബാബും ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഇത് സെറ്റായി വരുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഷേപ്പിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഷേപ്പാക്കി എടുക്കാമെന്ന്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഉരുട്ടി കബാബിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ട് ഓരോ സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊന്നും വെന്ത് കിട്ടില്ല. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ മുഴുവൻ ഫ്രൈ ചെയ്യുന്നില്ല, കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാൻ നല്ലതുപോലെ കവർ ചെയ്ത് ഫ്രീസറിലേക്ക് വെക്കും. പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഫ്രൈ ചെയ്യും. ഇനി കബാബ് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നമുക്കൊരു മിനി ചട്നിയും കൂടി ഉണ്ടാക്കാം. അതിന് ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനായിലയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചധികം പുതിനായില എടുത്തിട്ടുണ്ട്, മല്ലിയില കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പുതിനായിലയുടെ തണ്ട് എടുത്തിട്ടില്ല, വേറെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു അരമുറി നാരങ്ങയുടെ നീരും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് തൈരിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പുതിനയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ളൊരു പുതിന ചട്നി തന്നെ കിട്ടും. നമ്മൾ തൈരും മിക്സിയിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര കട്ടി കിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകമാണെന്നോ നോക്കാം. പുളി കുറവുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാം നമ്മുടെ റൈസും കബാബും ചട്നിയും എല്ലാം റെഡിയായി. ഇനി നമുക്കെല്ലാം ഒന്ന് സെർവ് ചെയ്യാം. ഇത് നമ്മുടെ ടേസ്റ്റി അറബിക് സ്മോക്കി റൈസ്, പിന്നെ നമ്മുടെ ചിക്കൻ കബാബും മീൻ ചട്നിയും പിന്നെ ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട് ഡിപ്പിങ്ങിനായിട്ട്. വൈറ്റ് ഓണിയൻ സ്ലൈസ് ചെയ്ത് കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് പെപ്പറും സോൾട്ടൊക്കെ ഇട്ടിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് സാലഡായിട്ട്. അതും അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി വീണ്ടും ഒരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.